ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ സേവ്യർ പുണ്യാളന്റെ ഓർമ്മ പുതുക്കൽ മാത്രമാണ്. 11 വർഷവും 8 മാസവും ദീർഘിച്ചതായിരുന്നു വിശുദ്ധൻ്റെ വിശുദ്ധ പ്രവർത്തനം. 1541 ഏപ്രിൽ 7 മുതൽ 1552 ഡിസംബർ 3 വരെയുള്ള കാലഘട്ടത്തിൽ, ഈ കാലയളവിൽ 3 വർഷവും 7 മാസവും വിശുദ്ധൻ കപ്പൽ യാത്രയായിരുന്നു. എന്തെല്ലാം ദുരിതങ്ങളാണ് ഈ യാത്രയിൽ അനുഭവിച്ചത്. ഈ ലോകത്തിലെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഒരു ദിവസത്തെ ക്ലേശം പോലും ഞാൻ സഹിക്കില്ലായിരുന്നു. ഈ കുരിശുകളൊക്കെ ദൈവത്തിൽ കൂടുതൽ ശരണം പ്രാപിക്കാനുള്ള അവസരമായിട്ടാണ് ഫ്രാൻസിസ് കരുതിയത്. ഒരു നിധി പോലെ എപ്പോഴും തൻ്റെ കൂടെ കൊണ്ടു നടന്നിരുന്ന കുരിശിത രൂപത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ കപ്പൽ യാത്രക്കിടയിൽ ഈ കുരിശിത രൂപം കടലിൽ നഷ്ടമായി. ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടി വിശുദ്ധൻ കടലിൽ തീരത്ത് ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു കടൽ ഞണ്ട് ഈ കുരിശിത രൂപം വഹിച്ചുകൊണ്ട് വിശുദ്ധൻ്റെ അടുത്തെത്തി. അത് വിശുദ്ധനെ കൈമാറി തിരിച്ചുപോയി. കുരിശ് അത് ഏത് രൂപമായാലും, ജീവിതത്തിൻ്റെ ദുരിതങ്ങളായാലും നഷ്ടപ്പെടാൻ വിശുദ്ധന് ഇഷ്ടപ്പെട്ടില്ല. ലളിതമായ ജീവിതം നയിക്കാൻ, കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിക്കാനും വിശുദ്ധൻ ഒരു ഉത്തമ പ്രേക്ഷിതനായി ക്രിസ്തുവിനെ അനുഗ്രഹിച്ചു. സഭയിലെ 2ാമത്തെ അപ്പസ്തോലനായി തിരുസഭ വണങ്ങുന്നു.